ഈ തിരുവല്ല പീഡനത്തിനകത്ത് 2 പ്രതികൾ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. ബാക്കിയുള്ളവരെ കുറിച്ചുള്ള മീൻസ് എങ്ങനെയാണ്? തിരുവല്ല സംഭവത്തിൽ സ്പാല നമ്മൾ അതിക്രമണം നടന്നതായിട്ട് നമുക്കൊരു രഹസ്യവിവരം അവിടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ SHO തിരുവല്ല സ്പാട്ട് ചെന്ന് ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട് അവിടെയുള്ള വിക്ടിമിയുടെ മൊഴി രേഖപ്പെടുത്തി ഇമ്മീഡിയറ്റായിട്ട് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ FIR എടുത്ത് അതേപോലെ ആ സമയം തന്നെ പ്രധാന പ്രതിയായ ഈ സുബിൻ അലക്സാണ്ടർ അദ്ദേഹത്തെ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്ത് അതിനുള്ള നിയമ നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുള്ളതുമാണ്. ആൻഡ് അതേപോലെ അതിലുള്ള മറ്റ പ്രതികളും കൂടി ആയ ഉടനുണ്ടായിരുന്ന ബെർലിൻ ദാസ് എന്നുള്ള ഒരു പ്രതിയും കൂടി നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള SIT സംഘം തിരുവല്ല DSPയുടെ നേതൃത്വത്തിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം വിവിധ സംഘങ്ങളാണ് പ്രതിയെ പിടിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അവരെ പിടിക്കാനുള്ള എല്ലാ നടപടികളിലും നമ്മൾ എടുത്തു വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി അറിയിപ്പുണ്ടായിരുന്നില്ല. കാരണം നിരക്ക് ചോദിച്ചിട്ട് പോലും നൽകാൻ തിരുവല്ല സ്റ്റേഷൻ നൽകാനായിട്ട് തയ്യാറായിരുന്നില്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ പ്രതികളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ കേസ് തീർക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നടന്നിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ? ഈ കേസിൻ്റെ ആദ്യം പോലീസുക്ക് ഈ കേസിൽ പരാതി ലഭിച്ചിട്ടില്ല. അപ്പോൾ കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സോമോട്ടായിട്ട് അവിടെ SHO തിരുവല്ല SHO അവിടെ ചെന്നിട്ട് മൊഴി രേഖപ്പെടുത്തി അവിടെ വീട്ടിന് വേണ്ടിയുള്ള സഹായങ്ങൾ സപ്പോർട്ട് അവർക്കുള്ള ധൈര്യമെല്ലാം കൊടുത്തും മൊഴി രേഖപ്പെടുത്തിയതാണ്. മൊഴി രേഖപ്പെടുത്തി അങ്ങനെ ഒരു പ്രൊആക്റ്റീവായിട്ട് കേസെടുത്ത് FIR എടുത്ത് പ്രതികൾ അറസ്റ്റ് ചെയ്തതാണ്. ഈ സ്പാകൾ തമ്മിലുള്ള വലിയൊരു പ്രശ്നമില്ലാത്തത്, സ്പാകൾ തമ്മിലുള്ള ഒരു കുടിപ്പകയോ അവരുടെ കൊട്ടേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഇപ്പോൾ ഈ ഇതിലുള്ള പരാതിക്കാരി മറ്റും ഇതിലുള്ള ഉടമസ്ഥരെ നമ്മൾ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവല്ല DSP ഇതിലുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതേതരം മൊഴിയുടെ പ്രധാനമുള്ള ദീർഘമായിട്ടുള്ള ഡീറ്റെയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഫർദറായിട്ടുള്ള അതിനുള്ള പരാതികളെ കുറിച്ചുള്ള അന്വേഷണം നടത്താനുണ്ട്. ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾ മൊഴി എടുത്തിട്ടുണ്ട്, ഉടമസ്ഥൻ്റെ മൊഴി എടുത്തിട്ടുണ്ട്. മൊഴി എടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ അന്വേഷണം നമ്മൾ നടത്തിയിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിൽ ടേക്ക് ഡെഫിനറ്റ് ആക്ഷൻ. അല്ല, അദ്ദേഹത്തിന് മൊഴി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ അദ്ദേഹം കുറച്ച് വിവരങ്ങൾ പോലീസിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നമ്മൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. DSP തിരുവല്ല അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയെങ്കിൽ അത് നടപടിയെടുക്കും. അതേ സമയത്തിൽ പത്രപ്രവർത്തകർക്ക് അറിയിക്കാൻ തരുന്നുണ്ട്. ഇല്ല, നമ്മൾ അങ്ങനെ നമുക്കിപ്പോൾ ഈ സംഭവത്തിൽ ഈ ഇൻസിഡൻ്റ് ആയിട്ട് അങ്ങനെ ഒരു അലിഗേഷൻ ഇല്ല. പക്ഷേ ഇത് മുൻപ് ഇങ്ങനെ ഒരു ബന്ധമുള്ള ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടികൾ പോലീസ് ശക്തമായിട്ട് എടുത്തിട്ടുണ്ട്. മുൻകാലങ്ങളിലെ നടപടി എടുത്ത് അത് സ്ട്രോങ് ആയിട്ട് വകുപ്പ് തല അന്വേഷണം അടക്കം നടന്നു വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഇനി അങ്ങനെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥാപന ഉടമയായിട്ടോ നമ്മൾ അതേപോലെ ഈ വിക്ടിമായിട്ടോ ഞങ്ങൾ അവരുടെ മൊഴി ഫർദറായിട്ട് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അതേപോലെ വിക്ടിമിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ, പ്രത്യേകമായിട്ട് അവർക്കുള്ള നിയമ സഹായങ്ങൾ, നിയമമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ലീഗലായിട്ടുള്ള സപ്പോർട്ട് എല്ലാം നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ അന്വേഷണം നമ്മൾ നടത്തുന്നുണ്ട്. അതിലുള്ള എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ കണ്ടെത്തിയെങ്കിൽ ഞങ്ങൾ ഡെഫിനറ്റ് നടപടി എടുക്കും. പരാതി ഉണ്ടാവുന്നില്ല, പോലീസ് രഹസ്യാന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ച് വിവരങ്ങൾ ലഭിക്കുന്നു, അതിനനുസരിച്ച് അന്വേഷണം നടത്തുന്നു, സോമോട്ടോ കേസ് എടുക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലീസിനെ സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇത് ഈ കേസിൽ വിവരം കിട്ടിയത് അടിസ്ഥാനത്തിൽ നമ്മൾ ആ സ്ഥലത്തിൽ പോയിട്ട് അപ്പോൾ തന്നെ അവരോട് സംസാരിച്ച് അവിടെയുള്ള എന്താ സംഭവിച്ചെന്ന് വീഡിയോ CCTV അടക്കം SHO പരിശോധിച്ചിട്ടാണ് അവരുടെ മൊഴി രേഖപ്പെടുത്തി നടപടിയെടുത്തതാണ്. അപ്പം അതുകൊണ്ട് അത് ഈ സംഭവത്തിൽ എടുത്ത നടപടിയല്ല, യാതൊരു ഇതില്ല. നല്ല രീതിയിലുള്ള തുടക്ക അന്വേഷണം, ഇമ്മീഡിയറ്റ് സ്പോണ്ടേനിയസ് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിലുള്ള ഈ സുബിൻ അലക്സാണ്ടർക്കെതിരായിട്ടുള്ള പ്രതിക്ക് നമ്മൾ കാപ്പ അടക്കം ഉള്ള പ്രപ്പോസൽ വീണ്ടും ഒരു കാപ്പ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രപ്പോസൽ ഒരാഴ്ചനകത്ത് ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് കൈമാറും. അത് പെട്ടെന്ന് കരുതൽ തടങ്കലിൽ കൂടി ആക്കാനോ, പിന്നെ ഈ പ്രതി പുറത്ത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ സ്റ്റാറ്റ്യൂട്ടറി പീരീഡിൽ തന്നെ ഈ കേസ് അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുത്ത് ഈ ട്രയൽ അടക്കം നടത്താനുള്ള ശിക്ഷ കിട്ടാനുള്ള അത്ര കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഡീറ്റെയിൽ അന്വേഷണ സംഘടനകൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്.